സൗദിയിൽ നടപ്പിലാക്കിയ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൊതുജനപിന്തുണ വർദ്ധിക്കുന്നു. പുതുതായി നിലവിൽ വന്ന കമ്മീഷന് മുൻപിലെത്തിയത് 15,000 പരാതികളാണ്. രാജ്യത്തെ അഴിമതി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷമാണ് പുതിയ അതോറിറ്റിക്ക് രൂപം നൽകിയത്. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് അഴിമതി വിരുദ്ധ അതോറിറ്റിക്ക് രൂപം നൽകിയത്. പരാതികൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം അഴിമതി ബോധവൽക്കരണവും അതോറിറ്റിയുടെ പ്രധാന ചുമതലയാണ്. പരാതിപ്പെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്ഥാപിതമായി ഒരു വർഷം പിന്നിടുമ്പോൾ 15,591 പരാതികളാണ് കമ്മീഷനു മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത്. മുൻവർഷം ഇത് 10,402. 60% പരാതികളിലും നടപടി സ്വീകരിച്ചു. ബാക്കിയുള്ളവയിൽ അന്വേഷണം തുടരുന്നു. അതോറിറ്റിക്ക് കീഴിലെ മൊബൈൽ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയുമാണ് പരാതികളിൽ ഭൂരിഭാഗവും. ബാക്കിയുള്ളവ നേരിട്ടും. കഴിഞ്ഞ മാസം കൈക്കൂലി വാങ്ങാനുള്ള ശ്രമത്തിനിടെ നിരവധി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രേഖപ്പെടുത്തിയിരുന്നു. മീഡിയ 1 ദമ്മാം. സൗദി രാജകുടുംബാംഗം അബ്ദുള്ള ബിൻ ഫൈസൽ ബിൻ തുർക്കി രാജകുമാരൻ അന്തരിച്ചു. റിയാദിലായിരുന്നു അന്ത്യം. വൈകുന്നേരം ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം ഖബറടക്കി. സൗദി റോയൽ കോർട്ടാണ് വാർത്ത പുറത്തുവിട്ടത്. വിവിധ രാജ്യങ്ങളിലുള്ളവർ രാജകുടുംബത്തെ അനുശോചനം അറിയിച്ചു. UAE തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമാകും. അതിനാൽ അടിയന്തര സാഹചര്യത്തിലല്ലാതെ കടലിൽ പോകരുതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനാണ് സാധ്യത. 6 മുതൽ 10 അടി വരെ ഉയരത്തിൽ തിരമാലകൾ തീരത്തുയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ ജാഗ്രത തുടരണമെന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബൈയിൽ അടുത്ത വർഷം പാർപ്പിട കേന്ദ്രങ്ങളുടെ നിരക്കിൽ ഇനിയും കുറവുണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. ഈ വർഷം നിരക്കിൽ 5 മുതൽ 10% കുറവ് പ്രകടമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആവശ്യകതയും ലഭ്യതയും മുൻനിർത്തിയാണ് പ്രോപ്പർട്ടി രംഗത്ത് നിരക്കിളവിന് വലിയ സാധ്യതയുള്ളതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആഗോള റേറ്റിംഗ് ഏജൻസിയായ S&Pയുടേതാണ് ഈ വിലയിരുത്തൽ. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വരുമാനം ദുബൈയുടെ പ്രധാന അടിത്തറയാണെന്നിരിക്കെ നിരക്കിൽ വരുന്ന കുറവ് അത്രയൊന്നും ഗുണകരമായിരിക്കില്ല നഗരത്തിനെന്നാണ് ഏജൻസിയുടെ കണ്ടെത്തൽ. വിതരണവുമായി ബന്ധപ്പെട്ടതു തന്നെയാണ് പ്രധാന പ്രശ്നം. എണ്ണവില താളം തെറ്റി തുടരുന്നതും പലിശ നിരക്കിൽ വന്ന വർധനയുമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മുഖ്യമായും ക്ഷീണം ചെയ്തത്. 2021 മാത്രമേ ഇനി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യമായ ഉണർവ് ഉണ്ടാകൂ എന്നാണ് ഏജൻസിയുടെ നിഗമനം. എന്നാൽ EMR ഉൾപ്പെടെയുള്ള ദുബൈയിലെ പ്രധാന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെ ലാഭവിഹിതത്തിൽ ഗണ്യമായ വർധന തന്നെയാണുള്ളത്. മീഡിയ 1 ദുബൈ. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ സമുദ്ര വ്യാപാര ഇടനാഴി തുറക്കാൻ ഖത്തർ ഒരുങ്ങുന്നു. സമുദ്ര വ്യാപാരം വഴിയുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. ഖത്തർ ഫിനാൻഷ്യൽ സെന്റർ CEO യൂസഫ് മുഹമ്മദ് അൽ ജയ്ദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ, കുവൈത്ത്, ഒമാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ സമുദ്ര വ്യാപാര ഇടനാഴി തുറക്കാൻ ഖത്തർ നീക്കം നടത്തുന്നത്. ഖത്തറിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം എത്തിക്കാൻ നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് QFCയുടെ പ്രതീക്ഷ. മേഖലയിലെ വ്യാപാര കവാടമായി ദോഹ തുറമുഖം മാറും. ശ്രമം വിജയകരമായാൽ ഈ 6 രാജ്യങ്ങളിലേക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്കുണ്ടാകും. വളർച്ചയുടെ പാതയിലുള്ള ഇന്ത്യക്കും ഇത് ഗുണം ചെയ്യും. $2.1 ട്രില്യൺ വ്യാപാര സമ്പത്ത് ഈ 6 രാജ്യങ്ങൾക്കും കൂടിയുണ്ട്. 15,000 കോടി ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 2016 തന്നെ ഈ 6 രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. പുതിയ ഇടനാഴി സാധ്യമാകുന്നതോടെ നിക്ഷേപം കുത്തനെ വർദ്ധിക്കും. ഇത്രയും രാജ്യങ്ങളുടെ മാത്രമല്ല ഏഷ്യയുടെ തന്നെ സാമ്പത്തിക കുതിപ്പിന് നീക്കം വഴി തെളിയിക്കുമെന്നും QFC പ്രതീക്ഷിക്കുന്നു. മീഡിയ 1 ദോഹ. ഇന്ത്യൻ സഹകരണത്തോടെ ഖത്തറിൽ ഉരുക്ക് ഫാക്ടറി നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭഘട്ട ചർച്ചകൾ ദോഹയിൽ ആരംഭിച്ചു. ഖത്തർ ചേംബറും ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഖത്തർ ചേംബറിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ QNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുമായി ചേർന്ന് ഖത്തറിൽ വൻ ഉരുക്ക് നിർമ്മാണ ഫാക്ടറി നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാൻ ഖത്തർ ചേംബർ പ്രതിനിധികളും ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവും കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരങ്ങൾ. പദ്ധതിക്ക് പച്ചക്കൊടിയാവുകയാണെങ്കിൽ ഖത്തറിലെ ആദ്യ ഉരുക്ക് നിർമ്മാണശാലയാകും ഇത്. ഖത്തർ ചേംബർ തന്നെയാണ് ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. സെപ്റ്റംബർ 25 മുതൽ 27 വരെ ഇന്ത്യയിലെ സോളാപൂരിൽ നടക്കുന്ന ടെക്സ്റ്റൈൽ ഉച്ചകോടിയിലും പ്രദർശനത്തിലും പങ്കെടുക്കാൻ ഇന്ത്യൻ സംഘം ഖത്തറി വ്യവസായികളെ ക്ഷണിച്ചതായും ഖത്തർ ചേംബർ അറിയിച്ചു. വാണിജ്യ വ്യവസായ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്ന വിഷയങ്ങളും ചർച്ചയായി. ഇന്ത്യക്ക് പുറമെ ഇറ്റലി, ഘാന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര സംഘങ്ങളുമായും ഖത്തർ ചേംബർ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. മീഡിയ 1 ദോഹ. ഷാർജ നഗരത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവം കാണാനെത്തിയത് ഇക്കുറി 12 ലക്ഷം പേരാണ്. കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ഷാർജ വിളക്കുത്സവം ദീർഘിപ്പിച്ചത് ആയിരങ്ങൾക്ക് ഗുണം ചെയ്തെന്നും അധികൃതർ വെളിപ്പെടുത്തി.
9ാമത് ഷാർജ വിളക്കുത്സവമാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത്. മൊത്തം 12 ലക്ഷം പേർ ഉത്സവ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായി ഷാർജ വാണിജ്യ ടൂറിസം വികസന അതോറിറ്റി അറിയിച്ചു. 17 ഇടങ്ങളിലായി ഒരുക്കിയ ഉത്സവത്തിന് ഈ മാസം 16-നായിരുന്നു പരിസമാപ്തിയായത്. പോയ വർഷം 10 ലക്ഷം പേരാണ് വിളക്കുത്സവം കാണാൻ ഷാർജയിലെത്തിയത്. ഈ വർഷം 20% സന്ദർശകർ അധികം എത്തിയതായി ചെയർമാൻ ഖാലിദ് ജാസിം അൽ മിദ്ഫ വ്യക്തമാക്കി. സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ കീർത്തി കൂടുതൽ സന്ദർശകരിലേക്ക് എത്തിക്കാനും വിളക്കുത്സവം ഉപകരിച്ചതായി അധികൃതർ വിലയിരുത്തുന്നു. വരും വർഷം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വെളിച്ചത്തിന്റെ ഉത്സവം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തന്നെ സംഘാടകർ. മീഡിയ 1 ഷാർജ. അരീക്കോട് ഉംറ തട്ടിപ്പ് കേസിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. അരീക്കോട് കൊഴക്കട്ടൂർ വാടകയ്ക്ക് താമസിക്കുന്ന TC അബ്ദുറഹ്മാനാണ് നിരവധി പേരിൽ നിന്ന് പണം തട്ടി മുങ്ങിയത്. നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇരകളുടെ കൂട്ടായ്മ. മാസങ്ങൾക്ക് മുമ്പ് ഉംറയ്ക്ക് കൊണ്ടുപോകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് TC അബ്ദുറഹ്മാൻ സ്ത്രീകളിൽ നിന്നടക്കം നിരവധി പേരിൽ നിന്ന് പണം തട്ടിയത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. പണം തിരിച്ചു കിട്ടാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും ഇരകളുടെ കൂട്ടായ്മ അരീക്കോട് യോഗം ചേർന്നു. മലപ്പുറം ജില്ലാ മനുഷ്യാവകാശ പ്രവർത്തക സമിതിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. നിയമസഹായം ഉൾപ്പെടെ ഇരകൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനാണ് സമിതിയുടെ തീരുമാനം. മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം നയിക്കാനാണ് മനുഷ്യാവകാശ പ്രവർത്തക സമിതിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ പണവും അതുപോലെ തന്നെ പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടി ഈ ആളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അന്വേഷണം ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകും. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കം വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങാനും ധാരണയായി. മീഡിയ 1 മലപ്പുറം. ദമാം ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുടുംബ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന് പേരിട്ട ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ജൗഹർ മുനവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. BV അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഷാക്കിർ സ്വലാഹി, നൌഷാദ് തെളിക്കോട്, ഫൈസൽ കൈതയിൽ എന്നിവരും സംസാരിച്ചു. സൗദി ജുബൈൽ ISM ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ജമാലുദ്ദീൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അബ്ദുൽ അസീസ്, രാജു വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രവിശ്യയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംസ്കൃത വിഭാഗം സലാലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി ഷെയ്ഖ് മഅ്മർ അബ്ദുള്ള അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു. അരുണ ചേതന എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്കൂളിലെയും അൽവഫ സെന്ററിലെയും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്വദേശികളും പ്രവാസികളുമായ വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിലും കളികളിലും പങ്കാളികളായി. മൻപ്രീത് സിംഗ് അധ്യക്ഷത വഹിച്ച പരിപാടി സംസ്കൃത കൺവീനർ ഡോക്ടർ സുജിത് സ്വാഗതവും ഡോക്ടർ ശേഖർ നന്ദിയും പറഞ്ഞു. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഖത്തർ ഇൻകാസ് ദോഹയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM നേതൃത്വം നൽകുന്ന അരുംകൊല രാഷ്ട്രീയത്തിനെതിരെ കേരള ജനത ഒറ്റക്കെട്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുവാനും യോഗം തീരുമാനിച്ചു. ICC ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPIM നടത്തുന്ന ഫാസിസത്തിനെതിരെ സംഗമത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. KPCC അംഗം PA ചെറീദ്, മലപ്പുറം DCC ട്രഷറർ ഷൗക്കത്ത് അലി വലാഞ്ചിറ, OICC നേതാക്കളായ അബ്ദുൽ മജീദ് നഹ, ഹക്കീം പാറക്കൽ, കുഞ്ഞു മുഹമ്മദ് കൊടശ്ശേരി, സക്കീർ കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുത്തു. CPM ഭീകരത എന്ന പ്ലക്കാർഡുകളും OICC പ്രവർത്തകർ സംഗമത്തിൽ ഉയർത്തിക്കാട്ടി. കുവൈത്തിൽ ഈ ആഴ്ചയുടെ അവസാനത്തോടെ തണുപ്പ് വർദ്ധിക്കുമെന്ന് പ്രമുഖ ഗോള നിരീക്ഷകനും കാലാവസ്ഥാ പ്രവചകനുമായ ആദിൽ അൽ മർസൂഖ്. തുടർന്നുള്ള ദിവസങ്ങളിൽ തണുപ്പ് വീണ്ടും കുറഞ്ഞു തുടങ്ങും. കുവൈത്ത് ഉൾപ്പെടെ മേഖലയിൽ വസന്തം തിരിച്ചെത്തുന്നതിൻ്റെ മുന്നോടിയായാണ് കാലാവസ്ഥാ മാറ്റം. അടുത്ത മാസത്തിൻ്റെ ആരംഭത്തോടെ തന്നെ രാജ്യം വസന്തത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകും. ഇതോടെ പകലിലെ കൂടിയ ചൂട് 18-നും 20 ഡിഗ്രിക്കും രാത്രിയിലേത് 7 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയിലാകും. കൂടാതെ മണിക്കൂറിൽ 10 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റടിക്കാൻ ഇടയുണ്ട്. അടുത്തയാഴ്ചയിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും ആദിൽ അൽ മർസൂഖ് പറഞ്ഞു.